വേണ്ടേ ഇന്ന് പുതിയൊരു ഐറ്റം ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ചതാണ്. നമ്മുടെ ഫ്രൂട്ട് ബ്ലെൻഡ് ആണ്. ഇത് ചിക്കു ആണ്. ചിക്കുവിന്റെ ഫ്രൂട്ട് ബ്ലെൻഡ് ആണ്. നമ്മൾ ഇതുവരെ അങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. മാങ്ങ ഉണ്ടായിരുന്നു, ഗ്രേപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു ചിക്കു. പിന്നെ കാണത്തില്ലേ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. എന്നായിരുന്നു? പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങള് ഇന്ന് ഒരു വൻപിച്ചല്ല, ഒരു ചെറിയൊരു ഷോപ്പിംഗ്. കുറെ നാളായില്ലേ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും മെയിനായിട്ട് ഈ ഒരു ഐറ്റം ഉള്ളത് കൊണ്ടാണ് കാണിച്ചേക്കാന്ന് വെച്ചത്. ബാക്കിയെല്ലാം നമ്മുടെ അലുകുലു സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഫ്രൂട്ട് ബ്ലെൻഡ് ആണ്. ഇതൊന്ന് ട്രൈ ചെയ്യണം. വെറുതെ ഈ സാധനവും ഇതിന്റെ അകത്തുള്ള സാധനവും പാലും കൂടെ മിക്സ് ചെയ്താൽ മതി. അത് നമ്മളൊരു വീഡിയോ ചെയ്യും. അപ്പം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്, ഫ്രീസറിൽ ഇരിക്കേണ്ട സാധനമാണ്. നല്ല കട്ടിക്കിരിക്കുക. അപ്പോൾ ഒന്നത്. പിന്നെ പാൽ, ഇത് നമ്മൾ സാധാരണ അങ്ങനെ മേടിക്കാറില്ല. ഇത് 1 ഗാലന്റെ പാലാണ്. 1 ഗാലൻ എന്ന് പറഞ്ഞാൽ 3.78 ലിറ്റർ ഉണ്ട്. അപ്പം ഇത് അടിക്കേണ്ടതുകൊണ്ട് വാങ്ങിച്ചത്. അതെ, നമുക്ക് പാലിൻ്റെ അകത്ത് വേണ്ട അടിക്കാൻ. പാല് കുടിച്ചിട്ട് നമ്മള് അടിപൊളിയാവും. അയ്യോ, ഇത് ചിക്കനാണ്. നമ്മളെ ഫ്രഷ് ചിക്കനാണ് കേട്ടോ. ഫ്രഷ് ചിക്കൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് തരുവേ. അപ്പം എന്താ ഇത് ഫ്രഷ് ചിക്കൻ. ഇത് വൈകിട്ടത്തെ കറിയാണ്, ചിക്കൻ കറി. ഇത് എത്ര കിലോ ഉണ്ട്? ഇത് 1.5 കിലോ ഉണ്ട്. 1.5 കിലോ ഉണ്ട്. ചില ചിക്കൻ ആണെങ്കിൽ ഇപ്പൊ 800 ഗ്രാമും 900 ഗ്രാമും ഒക്കെ മേടിച്ചാലുണ്ടല്ലോ ഒന്നുമില്ല. അതിന്റെ തൊലിയൊക്കെ, ഇവൻ ഫ്രോസന്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ. തൊലിയൊക്കെ ഒന്ന് പൊളിച്ചു വരുമ്പോൾ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ അത് വെറും വേസ്റ്റാണ് മേടിക്കുന്നത്. മേടിക്കുമ്പോൾ ഒരു കിലോയ്ക്ക് മേളിലുള്ള മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പഴം, ആസ് യൂഷ്വൽ പഴം നമുക്ക് കഴിക്കണം. പൊട്ടാസ്യം വേണമെങ്കിൽ പഴം കഴിക്കണം നമ്മൾ. പിന്നെ നമുക്ക് കുറേ സവോള. ഇത് കുറേ സവോള ഉണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞ് സവോളയാണ് കേട്ടോ. അപ്പോൾ ഒരു കറിക്ക് ഒരു മിനിമം ഒരു 2 എണ്ണം 3 എണ്ണം ഒക്കെ വേണം. അപ്പം സവോള, ഇത് നമ്മുടെ സവോളയാണോ? ഇന്ത്യൻ സവോളയാണോ? ആ. പിന്നെ നമുക്ക് എന്തേലും ഒരു ഫ്രൂട്ട്. അപ്പോൾ ഓറഞ്ച്, ഒരിടയ്ക്ക് ഓറഞ്ചിന് ഭയങ്കര വിലയായിരുന്നു. ഇപ്പോൾ ഓറഞ്ചിൻ്റെ വില ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തേണ്ട ഓറഞ്ച്. ആക്ച്വലി ഇവിടെ മാൻഡറിൻ എഴുതിയിരുന്നു, ഓറഞ്ച് നല്ല. പിന്നെ നമ്മൾ ശർക്കര. നിങ്ങൾ നമ്മുടെ നേരത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ജാഗറി പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്നു, ഇന്നലെ തീർന്നു. അപ്പോൾ ഇന്നിപ്പം നമ്മൾ നോർമൽ ശർക്കര മേടിച്ചു. മറ്റേ പൗഡറിന് ഓഫർ ഇല്ലായിരുന്നു. അപ്പോൾ നോർമൽ ശർക്കര മേടിച്ചു. ഇത് 1 കിലോ ഉണ്ട്. അതെ, ഇത് പൊടിച്ച പൗഡറിൻ്റെ അകത്ത് ഇടാം. ഇത് വലിയ ഉണ്ടയാട്ടോ. ഇത് എങ്ങനെയൊക്കെ പൊടിക്കാനാണ്. ഇത് കല്ലി പൊട്ടിച്ച് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഇത് മറ്റേ നമ്മുടെ ത്രാസിനൊക്കെ വെക്കുന്ന കട്ടിയില്ല, അതുപോലത്തെ ഒരു സാധനം. 1 കിലോ തൂക്കാൻ അത് വെച്ചാൽ മതി. അതെ. പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത തേങ്ങാപ്പീര. ഇത് കാണുമ്പോൾ സങ്കടം വരില്ല. നാട്ടിലൊക്കെയാണ് ആൾക്കാർ തേങ്ങ ഇട്ട് അങ്ങോട്ടും ഇട്ടിട്ട് അമ്മാനും ആടുക. നമ്മളാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 4 കറിക്ക് മിനിമം ഞാൻ എടുക്കും. ഇതിൻ്റെ അകത്തുനിന്ന് 4 കറി മിനിമം. അത് വെച്ച് തോരൻ മാത്രം, ചാറുകറി വളരെ വിരളമായിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ ഇതിന് എത്രയായിരുന്നു? ഇല്ല, 350 ഗ്രാം ആണ് ഇത്. എത്ര ദിർഹംസ് ആണെന്ന് എഴുതിയിട്ടില്ല. 6 ദിർഹംസ് ആണോ? മറ്റേ ഇരട്ടിയല്ലേ ഇതിന്റെ ചെറുതിന്റെ. ഒറ്റ ദിവസം എക്സ്പയറി ഉള്ളൂ ഇതിന്. തേങ്ങയ്ക്ക് അത്രയല്ലേ ഉള്ളൂ. അതാണ് നമ്മളെ ഫ്രീസറിൽ വെക്കുന്നത്. പിന്നെ കായം, അതിനെ ഒന്നും പറയണ്ടല്ലോ, കായപ്പൊടിയാണ്. പിന്നെ കായം മേടിക്കുമ്പോൾ ഒബിയസ്ലി നമുക്ക് സാമ്പാർ പൊടി വേണമല്ലോ. അപ്പൊ സാമ്പാർ പൊടി. പിന്നെ പിന്നെ ഇതെന്തോ ഇത് ഒരു ഓയിൻമെന്റ് ആണ്. അതിന് മുട്ടുവേദനയ്ക്കുള്ള ഒരു ഓയിൻമെന്റ് അല്ല, ഒരു ഓയിലാണ്. ഇവിടെ ലുലുവിൽ കിട്ടുന്നതാണ്. ഇത് ചുമ്മാ ഇങ്ങനെ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തടവാം. ഒമേഗ പെയിൻ കില്ലർ ലിനിമോ അല്ല, അതിൻ്റെ അകത്തൊരു വെള്ളരിക്കയും കൂടെ വെക്കും. പിന്നെ ഒരു ചാറ് വെക്കാൻ ഒരു വെള്ളരി. ഓക്കെ, ഇത് 3 കടകളിലെ സാധനങ്ങളല്ലേ. അടുത്ത ബോക്സിന്റെ ഒരു ബ്രെഡ് ഉണ്ട്, പാകം ബ്രെഡ്. പിന്നെ ഒരു മുട്ടയും. യൂഷ്വൽ നമ്മളെല്ലാ ഇതിൻ്റെ അകത്തും വരുന്ന ഒരു മുട്ടയാണ്. 30 ഇതിന്റെ ഒരു മുട്ട. ഇത്രയേ ഉള്ളൂ, തീർന്നു. ഇതുണ്ടല്ലോ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലുലുന്ന് അവിടെ നിന്ന് ഇവിടം വരെ ഇത് താങ്ങി പിടിച്ച ഒരു കുഴപ്പമില്ല തന്നു. അതൊക്കെ വന്നപ്പോൾ നല്ലൊരു തട്ടിയിട്ടുണ്ട്. അത് പൊട്ടിയിട്ടുണ്ടോ അത് തുറന്ന് നോക്കുമ്പോൾ അറിയാം. ചിലപ്പം എന്നാൽ ഉടനെ തന്നെ നമ്മൾ മുട്ട പൊരിച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവനാണ്. ഇവൻ എന്താണ് ഇതിൻ്റെ പേര്? ട്രൂ ഫ്രൂട്ട് എന്നാണ്. ട്രൂ ഫ്രൂട്ട് ഫ്രഷ്ലി ഫ്രോസൺ ഫ്രൂട്ട് ബ്ലെൻഡ്. അപ്പം ചിക്കു ഫ്ലേവർ 1 കിലോ ഉണ്ട്.
ദിസ് വാസ് അറൌണ്ട് 20 dirhams. ഓഫർ വന്നിട്ട് ഓഫറിലായിട്ട് 20 dirhams ആയിരുന്നു. വലിയ വ്യത്യാസമില്ല, 22 ഒറിജിനൽ. അതെ അതെ. പിന്നെ മാംഗോയ്ക്കും ഏതാണ്ട് 20 dirhams ആയിരുന്നു. പിന്നെ കുറഞ്ഞത് വന്നേക്കുന്നത് ഗ്രേപ്സിനും പാഷൻ ഫ്രൂട്ടിന് ഏതാണ്ട് 15. ഇത് ഓഫറിലാണ്. ദെൻ ഗ്രേപ്സിന് മറ്റേ 12. അപ്പൊ ഇത് ഗ്രേപ്സ് എങ്ങനെ ആയിരിക്കും അറിയത്തില്ലല്ലോ നമ്മൾക്ക്. ഇത് പാലിനകത്ത് ഒരു പുളിയെല്ലാം വരുമോ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കുവാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മളിതൊരു വീഡിയോ ഇടും, നല്ലതാണെങ്കിൽ വി വിൽ ഷെയർ ദാറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.